വന്യമൃഗങ്ങളോട് മല്ലടിച്ചാണ് അട്ടപ്പാടിയിലെ ഓരോ കർഷകരും കൃഷി ചെയ്യുന്നത്. എന്താണ് അട്ടപ്പാടിയിലെ കർഷകരുടെ അവസ്ഥ? വന്യജീവി പ്രശ്നമുണ്ടോ? നമുക്കൊന്ന് പരിശോധിക്കാം. ഇത് ലക്ഷ്മി അമ്മ. സ്വന്തം പ്രായം എത്രയാണെന്നറിയില്ല, പക്ഷേ ഓർമ്മ വച്ച നാൾ മുതൽ കൃഷിയാണ് ജോലി. இனி நாம என்ன சாரே சொல்ல முடியும்? அதுக்காக நீ ஆற்றுக்குள்ளே வந்தாக்கா இனி கம்பிலெல்லாம் தாளை போட்டு அமுத்தி நாங்கள் எத்தனை விவசாயம் பண்ணினாலும் ஒன்றும் புண்ணியம் இல்லை. பிள்ளைங்க எத்தனையோ கஷ்டப்பட்டு முட்டு வழி இறக்கி அதுகளுக்கு வாழை போட்டு பாபா ஒன்றும் இல்லைப்பா. காடு பூரா வெறும் காடு ஆசு. நானே சொல்லியாதான் ஜாஸ்தி. நாங்கள் என்ன செய்யறது? இப்படி இந்த കമ്പിയെല്ലാം എന്നതുക്കാകും പോട്ട് ഒരേ അമുത്തി. കൃഷിയിടങ്ങളിലെല്ലാം ഇതുപോലെ ഫെൻസിങ് ഉണ്ട്, പക്ഷെ അതൊന്നും ഒരു പരിഹാരമല്ല. കാരണം ആന ഇതൊക്കെ തകർത്ത് കൃഷിയിടത്തിൽ കയറും. പുഴ കടന്ന് വരും, വന്നിട്ട് ചവിട്ടി താഴ്ത്തി അങ്ങനെ പോകും. ഒറ്റ വലിക്ക് കമ്പിയൊക്കെ പൊട്ടിച്ചതാ. കമ്പി ഒരു മാസമായിട്ടുള്ളൂ പുതിയതായിട്ടിട്ട് ചവിട്ടി താഴ്ത്തി. അട്ടപ്പാടിയിൽ വലിയ രീതിയിലുള്ള വന്യജീവി മനുഷ്യ സംഘർഷങ്ങളുണ്ട്. പലപ്പോഴും ആനകളും മറ്റ് ജീവികളൊക്കെ തന്നെ മനുഷ്യനെ കൊല്ലുന്ന സാഹചര്യം ഉണ്ടായി. ഈ വഴിയിലൂടെ കഴിഞ്ഞ വർഷം വന്ന ശാന്തകുമാരൻ ആനയുടെ ആക്രമണത്തിലാണ് മരിച്ചത്. ശാന്തകുമാരൻ ഇങ്ങനെ ഈ വഴിയിലൂടെ വരികയായിരുന്നു ഇരുചക്ര വാഹനത്തിൽ. അതിനിടയിൽ മറ്റൊരു വഴിയിലൂടെ ഇങ്ങനെ വരികയായിരുന്ന ആന അദ്ദേഹത്തെ ചവിട്ടി. അങ്ങനെയാണ് ശാന്തകുമാരൻ്റെ ജീവൻ നഷ്ടമായത്. അട്ടപ്പാടിയിൽ അതിനുശേഷവും ഒക്കെ തന്നെ വലിയ രീതിയിലുള്ള വന്യജീവി മനുഷ്യ സംഘർഷങ്ങളും മരണങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. വീട്ടിലെത്താൻ 1 കിലോമീറ്റർ തികച്ചുണ്ടായിരുന്നില്ല. അതിനു മുൻപാണ് ശാന്തകുമാർ ആനയുടെ ആക്രമണത്തിനിരയായത്. ശാന്തൻ മാത്രമല്ല, 2 വർഷത്തിനിടെ 6 പേരാണ് വന്യജീവികളുടെ ആക്രമണത്തിൽ അട്ടപ്പാടിയിൽ മരിച്ചത്. 5 മണി കഴിഞ്ഞ 5-6 മണി കഴിഞ്ഞാൽ ഏത് സമയത്തും ആന ഇറങ്ങാൻ സാധ്യതയുണ്ട്. ജീവൻ കയ്യിൽ പിടിച്ചിട്ടുള്ള രാത്രികളാണ്. 6 മണി കഴിഞ്ഞാൽ പിന്നെ എങ്ങോട്ടും ആശുപത്രി പോക്ക് ഇതിനൊക്കെ ആലോചിച്ചിട്ടേ പോകാൻ പറ്റുള്ളൂ. പലപ്പോഴും അട്ടപ്പാടിയിലുള്ളവർ രാത്രിയായാൽ സ്വന്തം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ ഭയക്കും. കാരണം എപ്പോഴാണ് തൻ്റെ വീടിൻ്റെ മുന്നിൽ തന്നെ ആന നിൽക്കുന്നതെന്ന് പറയാൻ കഴിയില്ല. யானை வருது, யானை அடிக்கடி வருது. இப்போ நம்ம தோட்டத்துக்கு ஸ்பெசிஃபிக்காக வரல, எங்கள் பக்கத்தில் இருக்கிற தோட்டத்தில் வந்துட்டு ஒரு 10-15 தென்னை முள்ளையெல்லாம் முறிச்சிட்டு சாப்பிட்டு கம்பியெல்லாம் தள்ளிட்டு பாக்கு மரம் தள்ளிட்டு கம்பி மேலே வந்து காட்டுக்குள்ளையெல்லாம் வந்து போயிருக்குது. 2-3 மாதம் இருக்கும். வெளியே போயிட்டு வரும்போது திடீர்னு ஆப்போசிட்டில் வந்துட்டு நாங்கள் ரிவர்ஸ் எடுத்து கொஞ்சம் நிறுத்தி அப்புறம் தான் வந்தோம். മൽഘോഷ് സി മോഹനൊപ്പം ഗൂഗിൾ VS മാതൃഭൂമി ന്യൂസ് പാലക്കാട്.